ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഒരു ക്ലാസ്സുമായിട്ടല്ല, പകരം ഒരഭിപ്രായം നിങ്ങളോട് ചോദിക്കാനും എൻ്റെ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓൾ പ്രമോഷൻ നിലവാര തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് ഇന്നത്തെ വിഷയം. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത്, അതായത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഓൾ പ്രമോഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ചെറിയ ക്ലാസ്സുകളിൽ മാത്രമാണ് എല്ലാ കുട്ടികളെയും ജയിപ്പിച്ചു വിട്ടിരുന്നത്. ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ മാർക്കുള്ള കുട്ടികളെ മാത്രമാണ്, അതായത് ജയിക്കുന്ന കുട്ടികളെ മാത്രമാണ് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വർഷം കൂടെ ആ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടേ പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. പിന്നീട് കുട്ടികളുടെ മാനസിക പ്രശ്നം, കുട്ടികളെ വിഷമിപ്പിക്കുന്നു എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ മാർക്ക് മാറ്റി ഗ്രേഡാക്കിയതും അതുപോലെ ഓൾ പ്രമോഷൻ എന്ന് പറയുന്നൊരു സിസ്റ്റം എല്ലാ ക്ലാസ്സിലേക്കും കൊണ്ടുവന്നതും. തോൽപ്പിക്കുക എന്ന് പറയുന്നൊരു സിസ്റ്റം ഇല്ലാതാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ സ്കൂളുകളിൽ സ്റ്റേറ്റ് സിലബസിൽ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ് വരെ ഓൾ പ്രമോഷനാണ്. 9ാം ക്ലാസ്സിൽ ജയിച്ചാൽ മാത്രമേ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു സ്കൂളിലും അങ്ങനെ 9ാം ക്ലാസ്സിൽ തോൽപ്പിച്ചിടുന്ന പതിവ് ഇല്ല എന്നുള്ളതാണ് സത്യം. 9 വരെ ഈ കുട്ടിയെ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ ജയിപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത്. എഴുതാനും വായിക്കാനും പോലും അറിയാത്ത കുട്ടികളാണെങ്കിലും 9ാം ക്ലാസ് വരെ ജയിച്ചങ്ങ് പോരും. എന്നിട്ട് 9ാം ക്ലാസ്സിലെത്തിയിട്ട് തോൽപ്പിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഓൾ പ്രമോഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലവാര തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് പണ്ട് മുതൽ തന്നെ പലരും പറഞ്ഞതാണ്. എന്നാൽ ഇത്രയും വർഷമെടുത്തു അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ, എല്ലാവരും മനസ്സിലാക്കിയെടുക്കാൻ. ഇപ്പോഴും ഓൾ പ്രമോഷൻ തന്നെ മതി, തോൽപ്പിക്കണ്ട എന്ന് പറയുന്നവരാണ് കൂടുതലും. അത് നിലവാര തകർച്ച ഇനിയും ഉയർത്തുകയേ ഉള്ളൂ, തകർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഓരോ ക്ലാസ്സിലും അവർക്ക് സ്വായത്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി അക്ഷരം വായിക്കാൻ പഠിക്കണം. 2ാം ക്ലാസ്സിലെത്തുമ്പോൾ ബേസിക്കായിട്ടുള്ള മാത്സ് കാര്യങ്ങൾ, അതായത് ഓരോ ക്ലാസ്സിൽ കൂട്ടാനറിയുന്ന, കുറയ്ക്കാനറിയണം, അതുപോലെ ഗുണിക്കാൻ, ഹരിക്കാൻ, ഇതൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇതുപോലും അറിയാത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരു കൊല്ലം കൂടി ആ കുട്ടി ഇരുന്ന് എന്താണോ ആ ക്ലാസ്സിൽ ഒരു 4ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു കുട്ടി എന്താണോ സ്വായത്തമാക്കേണ്ടത് അത് സ്വായത്തമാക്കിയതിന് ശേഷം മാത്രമേ 5ാം ക്ലാസ്സിലേക്ക് കടത്തി വിടേണ്ടതുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ആ കുട്ടിയുടെ വിഷമം നമ്മൾ കുട്ടികളെ വിഷമിപ്പിക്കാതെ ഈ തരത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ പോലും അവർ തകർന്നു പോവുകയും ആത്മഹത്യയിലേക്കും ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിലേക്കും ഒക്കെ പോകുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? പലരും ഇപ്പോഴും മറിച്ചാണ് ചിന്തിക്കുന്നത്. തോൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ 5-6 സ്കൂളുകളിൽ മാറി മാറി പഠിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളിൽ, എയ്ഡഡ് സ്കൂള്, അതുപോലെ CBSE സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ICC കുട്ടികൾക്ക് ട്യൂഷനും എടുത്തിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. എനിക്കൊരു 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 8 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ മുന്നിൽ നിൽക്കുമ്പോൾ അവരോട് നമ്മൾ പഠിക്കാൻ നിർബന്ധിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട്, അവരുടെ കാര്യം നമുക്ക് വിടാം. കാരണം അവർക്ക് ചിലപ്പോൾ അത് സ്വായത്തമാക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വരും. പക്ഷേ ബാക്കിയുള്ള കുട്ടികൾ അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഞങ്ങൾ ഓൾ പ്രമോഷൻ സിസ്റ്റമാണ്. അത് അവർക്കറിയാം. നമ്മുടെ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ചെറിയ ക്ലാസ്സിൽ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം അവർ ജയിക്കും എന്നുള്ളത്. എൻ്റെ മകൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനെ നമ്മൾ ഒരു പരിധി വിട്ട് പഠിക്കാൻ നിർബന്ധിക്കുമ്പോൾ അവൻ പറയാറുള്ളൊരു കാര്യമാണ്, എന്തായാലും ജയിക്കും, പിന്നെ എന്തിനാണ് ഞാനിത് പഠിക്കണത്. ഞാൻ UP ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ 7ാം ക്ലാസ്സിലൊക്കെ കൂട്ടാനും കുറയ്ക്കാനും അറിയാത്ത കുട്ടികളെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്ത കുട്ടികളെ കാണുമ്പോൾ പോട്ടെ, മലയാളം കൂട്ടി വായിക്കാൻ അറിയാത്ത കുട്ടികളെ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് 6ലും 7ലൊക്കെ അവരെ ഇരുത്തി അക്ഷരം പഠിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം 6ലും 7ലും സ്വായത്തമാക്കേണ്ട വലിയ കാര്യങ്ങളും പഠന വിഷയമാക്കേണ്ട അവരുടെ സബ്ജക്റ്റുകളും ടോപ്പിക്കുകളും ഇഷ്ടം പോലെയുണ്ട്. ആ സമയത്ത് ഒരു കുട്ടിയെ നമ്മൾ മാറ്റിയിരുത്തി പഠിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിളല്ല. ആ കുട്ടി LP ക്ലാസ്സുകളിൽ നിന്ന് മലയാള അക്ഷരം പഠിച്ച് സ്വായത്തമാക്കിയതിന് ശേഷം മാത്രമാണ് UP ക്ലാസ്സിലേക്ക് വന്നിരുന്നതെങ്കിലോ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഓൾ പ്രമോഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനോട് 100% ഞാൻ യോജിക്കുന്നേയില്ല. ഒരു കുട്ടി സ്വായത്തമാക്കേണ്ട കാര്യങ്ങൾ സ്വായത്തമാക്കാതെ മറ്റൊരു ക്ലാസ്സിലേക്ക് പോകേണ്ടതില്ല.
കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത കണ്ടു. ആ വാർത്ത കണ്ടപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത്. അതിലിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: ഓൾ പ്രമോഷൻ നിലവാര തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ അവർ വച്ചിരിക്കുകയാണ്. അപ്പോൾ ആനുവൽ എക്സാമിന് ഒരു കുട്ടിക്ക് ജയിക്കാനുള്ള മാർക്കില്ലെങ്കിൽ ആ കുട്ടിയെ ജയിപ്പിക്കേണ്ടതില്ല, പകരം ഒരു റീടെസ്റ്റ് നടത്തി ജയിപ്പിച്ചു വിടാമത്രേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ റീടെസ്റ്റ് നടക്കുന്നത് ഒരു മാസത്തെ ഒരു ഗ്യാപ്പിലാണ്. ഒരു കൊല്ലം മുഴുവൻ പഠിച്ചിട്ട് ആ കുട്ടിക്ക് സ്വായത്തമാക്കാത്ത കാര്യങ്ങൾ ഈ ഒരു മാസം കൊണ്ട് സ്വായത്തമാക്കി ആ കുട്ടി പരീക്ഷയിൽ ജയിക്കുമോ? ചിലപ്പോൾ ജയിക്കുമായിരിക്കും. കാരണം പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം തത്തമ്മയെ പൂച്ച പഠിപ്പിച്ച് ആ കുട്ടിയെ നമുക്ക് റീടെസ്റ്റ് ചെയ്ത് ജയിപ്പിച്ച് വിടാം. പക്ഷെ അതിൽ എന്ത് ന്യായമാണതിലുള്ളത്? അങ്ങനെയല്ലല്ലോ വേണ്ടത്. തോൽക്കുമെന്ന് അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടാൽ ആ ക്ലാസ്സിൽ വീണ്ടും ഇരിക്കേണ്ടി വരും, എൻ്റെ കൂടെയുള്ളവരൊക്കെ ജയിച്ചു പോകും, അതുകൊണ്ട് പഠിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ആ കുട്ടി സ്വയം ബോധ്യപ്പെടണമെങ്കിൽ ഓൾ പ്രൊമോഷൻ എന്ന സിസ്റ്റം എടുത്തു കളയുക തന്നെ വേണം. ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടിട്ട് നമ്മൾ ആ സിസ്റ്റം എടുത്തു കളഞ്ഞാൽ ആ കുട്ടി മനസ്സ് വിഷമിച്ച് ആത്മഹത്യയിലേക്ക് പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ കുട്ടികളെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി അവർക്ക് ആ പഠിക്കാനുള്ള ഉത്സാഹം ഉണ്ടാവുകയാണ് ചെയ്യുക. നമ്മൾ ഓൾ പ്രൊമോഷൻ നടത്തുമ്പോൾ നമ്മൾ ആ കുട്ടികളെ പഠിക്കാനുള്ള ശേഷി പോലും ഇല്ലാതാക്കി അവരെ മടിയന്മാരാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു സത്യത്തിൽ നമ്മൾ പറയില്ലേ, ശിക്ഷിക്കരുത്, വടി കൊണ്ട് തല്ലരുത്, പണിഷ്മെൻറ്റ് കൊടുക്കരുത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടി ചെറിയ പ്രായമാകുമ്പോൾ കാര്യങ്ങൾ വിവേചിച്ച് അറിയാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം എന്താണ്? അല്ലെങ്കിൽ ഞാൻ വിദ്യാഭ്യാസം നേടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് മോശമാകുമോ നല്ലതാകുമോ? ഇതൊന്നും വിവേചിച്ചറിയാൻ ഒരു കുട്ടിക്ക് ആ ചെറിയ പ്രായത്തിൽ കഴിയണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് ശിക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് ആ കുട്ടിയെ ആ കാര്യത്തിൽ ഉറപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ. അതായത് പഠിച്ചില്ലെങ്കിൽ ഞാൻ തോൽക്കും എന്നുള്ളൊരു ഭീതി ആ കുട്ടിയുടെ മനസ്സിലുണ്ടെങ്കിൽ ആ കുട്ടി പഠിക്കും. പിന്നീട് അത് ആ കുട്ടിയുടെ ശീലമായി മാറും. പഠിക്കുക, കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ശീലമായി തീരും. ഇത് നമ്മൾ ആദ്യമേ തൊട്ട് ആ കുട്ടിയുടെ ചെറിയ ക്ലാസ് തൊട്ട് കുട്ടിയെ ഇങ്ങനെ ഒരു തരത്തിൽ പോലും വിഷമിപ്പിക്കാതെ കൈവെള്ളയിൽ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഒന്നാമത് പാരൻസിന് 1-2 കുട്ടികളേ ഉള്ളൂ, അവരും അങ്ങനെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. സ്കൂളിലും അങ്ങനെയാണ്. ഈ ഒരു സിസ്റ്റം, നമ്മുടെ മൊത്തം സിസ്റ്റം അങ്ങനെയായാൽ കുട്ടികൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആത്മഹത്യയിലേക്കും അതുപോലെ ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിലേക്കും ചീത്ത കൂട്ടുകെട്ടിലേക്കും ഒക്കെ പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ സിസ്റ്റത്തിൽ പലതും മാറേണ്ടിയിരിക്കുന്നു. പാഠപുസ്തകം മാറാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത അധ്യയന വർഷത്തിൽ പാഠപുസ്തകങ്ങൾ ചേഞ്ച് ആവുന്നു. പാഠപുസ്തകങ്ങളിലെ കണ്ടൻറ്റുകൾ മാറിയതുകൊണ്ടോ മാത്രം കാര്യമില്ല. ഇതുപോലുള്ള ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു കളയണം. ഓൾ പ്രൊമോഷൻ എടുത്തു കളയണം. അതുപോലെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡിംഗ് സിസ്റ്റം ഒരു വലിയ ചതിയാണ് നമ്മൾ പഠിക്കുന്ന കുട്ടികളോട് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുക. ഞാൻ പഠിക്കുന്ന കാലത്ത് മാർക്കിംഗ് സിസ്റ്റം ആയിരുന്നു. അതിൽ 1 മാർക്കിന് അതിൻ്റേതായ വിലയുണ്ട്. ഇതിൽ 90 മാർക്ക് കിട്ടിയ കുട്ടിയും 91 മാർക്ക് കിട്ടിയ കുട്ടിയും 99 മാർക്ക് കിട്ടിയ കുട്ടിയും A+ പറയുമ്പോൾ ആ 99 മാർക്ക് കിട്ടിയ കുട്ടിയുടെ ആ ഒരു ആ പഠന മികവിനെ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം മടി മൂലം പഠിക്കാതിരിക്കുകയും തങ്ങളുടെ സമയം കളിച്ചും മറ്റുമായിട്ട്, അതായത് ബുദ്ധി ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ മടിയന്മാരായിരിക്കുന്ന കുട്ടികൾ, ഞാൻ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള മക്കളെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കുഴപ്പവും ഇല്ല എങ്കിൽ പോലും പഠിക്കാൻ മടി കാണിക്കുന്ന, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നിട്ടും വീട്ടുകാരെ പിന്നാലെ നടന്ന് പറഞ്ഞിട്ടും മടി മൂലം പഠിക്കാതെ വളരെ മിനിമം മാർക്ക് ഗ്രേഡ് മേടിച്ച് ജയിച്ചു പോകുന്ന അത്തരം കുട്ടികളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും തങ്ങളുടെ പരിമിതമായ സാഹചര്യത്തിലും പഠിച്ചു മുന്നേറി നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളെ നമ്മൾ തഴയുകയുമാണ് ചെയ്യുന്നത്. ഇതൊരു വല്ലാത്ത സിസ്റ്റമാണ്. എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സിസ്റ്റമാണ്. ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ എല്ലാ മക്കളും എനിക്ക് ഒരേപോലെയാണ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ക്ലാസ് എടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കോമൺ ആയിട്ടൊരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ തുടങ്ങി ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മളെല്ലാ ടോപ്പിക്കും എത്തിക്കാറുണ്ട്. എന്നിട്ട് മനസ്സിലാകാത്ത കുട്ടികൾക്ക് ടീച്ചർമാർ ഒഴിവ് സമയങ്ങളിൽ അവർ ചോദിക്കുമ്പോൾ ആ ഡൗട്ട് തീർത്തു കൊടുക്കാൻ സന്നദ്ധരുമാണ്. ഇത്രയും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാ അധ്യാപകരും ചെയ്യുന്ന കാര്യങ്ങളാണിത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും ഒരാത്മാർത്ഥത നമ്മളോട് തിരിച്ച് കുട്ടികൾ കാണിക്കാത്തതിൻ്റെ ഒന്നാമത്തെ റീസൺ ഓൾ പ്രൊമോഷൻ ഉള്ളതാണെന്നാണ് ഞാൻ പറയുന്നത്. ഓൾ പ്രൊമോഷൻ നിർത്തലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ അധ്യാപകരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. LP UP പരീക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ അധ്യാപകരാകുന്ന അല്ലെങ്കിൽ അധ്യാപകരായ ആളുകളാണ് ഇതിലുള്ളത്. ഒരു പെർമനൻറ്റ് ജോബിന് വേണ്ടിയിട്ട് PSC പഠിക്കുന്നവരാണ്. ഇനി നിങ്ങൾ പോകുന്നത് ഗവൺമെൻറ് സ്കൂളുകളിലേക്കാണ് ജോലി കിട്ടിയിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം വേണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എന്നോട് പറയണം. അപ്പോൾ വേഗം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്